നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. വർഷ സ്കൂൾ ഓഫ് മാർഷൽ ആർട്സിന്റെ വാർഷികവും ബ്ലാക്ക് ബെൽറ്റ് വിദ്യാഭ്യാസ അവാർഡ് വിതരണം ചടങ്ങും സംഘടിപ്പിച്ചു. അമ്പലപ്പുഴ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി HSLMM ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ നഗരസഭ ആശ്രമം വാർഡിൽ പ്രവർത്തിക്കുന്ന ശാരദാദേവി ബാലികാ മന്ദിരത്തിലെ അന്തേവാസികളായ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ നൽകി പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ രംഗത്ത്. ആലപ്പുഴ ലിയോ 13 സ്കൂളിലെ 91 ബാച്ചിലെ സുഹൃത്തുക്കളുടെ കൂട്ടായ്മയാണ് മാതൃകാ പ്രവർത്തനം നടത്തിയത്. മത്സ്യബന്ധനത്തിനിടെ എഞ്ചിൻ തകരാറിലായി കടലിലകപ്പെട്ട 8 മത്സ്യത്തൊഴിലാളികളെ ഫിഷറീസ് റെസ്ക്യൂ ടീം രക്ഷപ്പെടുത്തി. തോട്ടപ്പള്ളി ഫിഷറീസ് സ്റ്റേഷന്റെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ആലപ്പുഴ KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ ഏർപ്പെടുത്തിയിട്ടുള്ള മരണാനന്തര ക്ഷേമനിധിയുടെ വിതരണം നടത്തി. വാർത്തകൾ വിശദമായി. വർഷ സ്കൂൾ ഓഫ് മാർഷൽ ആർട്സിന്റെ വാർഷികവും ബ്ലാക്ക് ബെൽറ്റ് വിദ്യാഭ്യാസ അവാർഡ് വിതരണം എന്നീ ചടങ്ങുകൾ സംഘടിപ്പിച്ചു. അമ്പലപ്പുഴ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി HSLMM ഉദ്ഘാടനം ചെയ്തു. വർഷ സ്കൂൾ ഓഫ് മാർഷൽ ആർട്സിന്റെ വാർഷികവും ബ്ലാക്ക് ബെൽറ്റ് വിദ്യാഭ്യാസ അവാർഡ് വിതരണവും HSLMM ഉദ്ഘാടനം ചെയ്തു. അമ്പലപ്പുഴ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ C രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ബ്ലാക്ക് ബെൽറ്റ് അവാർഡ് ദാനം അമ്പലപ്പുഴ SI ഹരിദാസും കരാട്ടെ പരിശീലകർക്കുള്ള ID കാർഡ് വിതരണവും പെരുമ്പാവൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ S ബിനുവും സർട്ടിഫിക്കറ്റ് വിതരണം കേരള കരാട്ടെ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ഹാൻഷി R സൂരജും നിർവഹിച്ചു. കേരള സർവകലാശാല കരാട്ടെ ചാമ്പ്യൻഷിപ്പ് ജേതാവ് S നയനെ, കരാട്ടെ അസോസിയേഷൻ സെക്രട്ടറി ചന്ദ്രശേഖര പണിക്കരും വിദ്യാഭ്യാസ അവാർഡ് ദാനം പഞ്ചായത്ത് അംഗം K മനോജ് കുമാറും നിർവഹിച്ചു. MK പ്രതാപൻ, അനിത് മരിയ, സജി, സെക്രട്ടറി സിബി പോൾ തുടങ്ങിയവർ സംസാരിച്ചു. കരാട്ടെ സ്കൂൾ ചീഫ് വിനോദ് ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിൽ വളരെ പ്രധാനമായ പലപ്പോഴും നല്ല കായിക ആരോഗ്യം ഉണ്ടെങ്കിലും മാനസികമായ ആരോഗ്യം പ്രയാസപ്പെട്ട് തളർത്തുന്നതിലാണ്. ഒരുപാട് പൈസ ഉണ്ടായിരിക്കും, കായികമായിട്ട് തന്നെ ശേഷി ഉണ്ടായിരിക്കും, പക്ഷേ മാനസികമായ ഒരു പ്രയാസത്തിലായിരിക്കും, മാനസികാരോഗ്യമുള്ള ശക്തി ഉണ്ടാകും. അപ്പൊ എല്ലാ നിലയിലും ഇവിടെ ഈ സ്കൂളിന്റെ ഭാഗമായ കുട്ടികളുടെ വിദ്യാഭ്യാസ വിജയത്തെ ആദരിക്കുന്നു. ഇതെല്ലാം തമ്മിൽ ചേർന്നതാണ്. ഒരു കുട്ടിയുടെ ചിന്തയും ഒരു കുട്ടിയുടെ ജീവിതത്തിലെ ഏകാഗ്രതയും അല്ലെങ്കിൽ ഒരു കൃത്യമായ ആലപ്പുഴ നഗരസഭ ആശ്രമം വാർഡിൽ പ്രവർത്തിക്കുന്ന ശാരദാദേവി ബാലികാ മന്ദിരത്തിലെ അന്തേവാസികളായ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ നൽകി പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ രംഗത്ത്. ആലപ്പുഴ ലിയോ 13 സ്കൂളിലെ 91 ബാച്ചിലെ സുഹൃത്തുക്കളുടെ കൂട്ടായ്മയാണ് മാതൃകാ പ്രവർത്തനം നടത്തിയത്. ന്യൂസ് സ്റ്റാർ ന്യൂസ് തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്ക്. ആലപ്പുഴ നഗരസഭ ആശ്രമം വാർഡിൽ പ്രവർത്തിക്കുന്ന ശാരദാദേവി ബാലികാ മന്ദിരത്തിലെ അന്തേവാസികളായ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ നൽകി പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ മാതൃകയായി. ആലപ്പുഴ ലിയോ 13 സ്കൂളിലെ 91 ബാച്ചിലെ സുഹൃത്തുക്കളുടെ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് കുട്ടികൾക്ക് ഒരു വർഷത്തേക്ക് ആവശ്യമായ പഠനോപകരണങ്ങൾ നൽകിയത്. ഞങ്ങൾ ലിയോ 13 പഠിച്ച ഞങ്ങളുടെ സഹപ്രവർത്തകർ അല്ലെങ്കിൽ ഞങ്ങളുടെ സഹപാഠികൾ ഇവിടെ ശാരദാ മഠത്തിലെ നമ്മുടെ കുറച്ച് അന്തേവാസികളായിട്ടുള്ള കുട്ടികളുണ്ട്. അവർക്കിപ്പോൾ സ്കൂൾ തുറക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് സ്കൂളിലെ പഠന സാമഗ്രികൾ, ബുക്ക്, പെൻസില്, പേന, ഷാർപ്പനർ, കളർ പെൻസിലുകൾ, ബോക്സ് മുതലായ സാധനങ്ങൾ തീർച്ചയായിട്ടും അവർക്ക് മുന്നോട്ടുള്ള പഠനത്തിന് ആവശ്യമായിട്ട് വരുന്നത് തന്നെയാണ്. അപ്പോൾ അത് ഇവിടെ എത്തിച്ചു കൊടുക്കുക എന്നുള്ളൊരു ഭാഗമായിട്ട് ഒരു കളക്ഷൻ ഞങ്ങളുടെ സുഹൃത്തുക്കളുടെ ഭാഗത്ത് നിന്ന് എടുക്കുകയുണ്ടായി. അതിന്ന് നമ്മുടെ പ്രിയപ്പെട്ട അമ്മയ്ക്ക് കൈമാറി. അധ്യയന വർഷം മുന്നേ തന്നെ പഠനോപകരണങ്ങൾ ലഭിച്ചതിൽ കുട്ടികൾക്കും ഏറെ സന്തോഷമായി. ബാലികാ മന്ദിരത്തിൽ നിന്നും ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിക്ക് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സബ് ജഡ്ജും ജില്ലാ നിയമസേവന അതോറിറ്റി സെക്രട്ടറിയുമായ പ്രമോദ് മുരളിയും അദ്ദേഹത്തിന്റെ സഹപാഠികളായ സുഹൃത്തുക്കളും ചേർന്നാണ് നോട്ട്ബുക്ക്, ഇൻസ്ട്രുമെന്റ് ബോക്സ്, പേനകൾ, ബ്രൗൺ പേപ്പർ തുടങ്ങി പഠനാവശ്യമായ വസ്തുക്കൾ വാങ്ങി നൽകിയത്. സബ് ജഡ്ജ് പ്രമോദ് മുരളി, കൂട്ടായ്മയിലെ അംഗങ്ങളായ സണ്ണി, റഫീഖ് എന്നിവർ ചേർന്ന് ബാലികാ മന്ദിരം കോർഡിനേറ്റർ ബിന്ദുബായിക്ക് പഠനോപകരണങ്ങൾ കൈമാറി. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. മത്സ്യബന്ധനത്തിനിടെ എഞ്ചിൻ തകരാറിലായതിനെ തുടർന്ന് കടലിലകപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ ഫിഷറീസ് റെസ്ക്യൂ ടീം രക്ഷപ്പെടുത്തി. തോട്ടപ്പള്ളി ഫിഷറീസ് സ്റ്റേഷന്റെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. മത്സ്യബന്ധനത്തിനിടെ ബോട്ടിന്റെ എഞ്ചിൻ തകരാറിലായതിനെ തുടർന്ന്
കടലിൽ അകപ്പെട്ട 8 മത്സ്യത്തൊഴിലാളികളെ ഫിഷറീസ് റെസ്ക്യൂ ടീം രക്ഷപ്പെടുത്തി. തോട്ടപ്പള്ളി ഫിഷറീസ് സ്റ്റേഷന്റെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തി തൊഴിലാളികളെ രക്ഷിച്ച് കരക്കെത്തിച്ചത്. തമിഴ്നാട് സ്വദേശി ലിസ്റ്റിന്റെ ഉടമസ്ഥതയിലുള്ള ഷാർജി അമ്മ എന്ന മത്സ്യബന്ധന ബോട്ടിന്റെ എഞ്ചിനാണ് തകരാറിലായത്. കടൽ പ്രക്ഷുബ്ധമായതിനാൽ തന്നെ രക്ഷാപ്രവർത്തനം ദുഷ്കരമായിരുന്നെങ്കിലും സാഹസികമായിട്ടാണ് തൊഴിലാളികളെ രക്ഷിച്ച് കരക്കെത്തിച്ചത്. ആലപ്പുഴ KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ ഏർപ്പെടുത്തിയിട്ടുള്ള മരണാനന്തര ക്ഷേമനിധിയുടെ വിതരണം നടത്തി. KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ ഏർപ്പെടുത്തിയിട്ടുള്ള മരണാനന്തര ക്ഷേമനിധിയുടെ വിതരണം നടത്തി. ആലപ്പുഴ TDS ഹാളിലായിരുന്നു ചടങ്ങ് സംഘടിപ്പിച്ചത്. യൂണിറ്റ് പ്രസിഡന്റ് ബേബി പാറക്കാടൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി വി രാധാകൃഷ്ണൻ, കേന്ദ്ര കമ്മിറ്റി അംഗം ജി തങ്കമണി, യൂണിറ്റ് ട്രഷറർ MP പ്രസന്നൻ, ജോയിന്റ് സെക്രട്ടറി S പ്രേംകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വർഷ സ്കൂൾ ഓഫ് മാർഷൽ ആർട്സിന്റെ വാർഷികവും ബ്ലാക്ക് ബെൽറ്റ് വിദ്യാഭ്യാസ അവാർഡ് വിതരണം ചടങ്ങും സംഘടിപ്പിച്ചു. അമ്പലപ്പുഴ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി HSLM MLA ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ നഗരസഭ ആശ്രമം വാർഡിൽ പ്രവർത്തിക്കുന്ന ശാരദാദേവി ബാലികാ മന്ദിരത്തിലെ അന്തേവാസികളായ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ നൽകി പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ രംഗത്ത്. ആലപ്പുഴ ലിയോ 13 സ്കൂളിലെ 91 ബാച്ചിലെ സുഹൃത്തുക്കളുടെ കൂട്ടായ്മയാണ് മാതൃകാ പ്രവർത്തനം നടത്തിയത്. മത്സ്യബന്ധനത്തിനിടെ എഞ്ചിൻ തകരാറിലായി കടലിലകപ്പെട്ട 8 മത്സ്യത്തൊഴിലാളികളെ ഫിഷറീസ് റെസ്ക്യൂ ടീം രക്ഷപ്പെടുത്തി. തോട്ടപ്പള്ളി ഫിഷറീസ് സ്റ്റേഷന്റെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ആലപ്പുഴ KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ ഏർപ്പെടുത്തിയിട്ടുള്ള മരണാനന്തര ക്ഷേമനിധിയുടെ വിതരണം നടത്തി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.